ഹലോ. കുളിച്ചിട്ട് കയറി വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ്, തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കുളിക്കാൻ പോയത്. കുളിച്ച് കയറി വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ്. അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചോറും മീൻ കറിയും, ചൂര മീൻ കറിയും പൊരിച്ചതും മാത്രമേ ഉള്ളൂ. മൂഡ് ഓഫായി. എനിക്ക് എന്തെങ്കിലും മലക്കറി ഇല്ലാതെ, പച്ചക്കറി എന്തെങ്കിലും ഇല്ലാതെ ചോറിറങ്ങത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് നേരെ ഫ്രിഡ്ജിലോട്ട് പോയി തപ്പാന്ന്, എന്തെങ്കിലും കാണാതിരിക്കൂലല്ലോ. അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം കണ്ണിൽ ഉടക്കിയത് ബീട്രൂട്ട്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാറ്. അതവിടെ വെച്ചിട്ട് വീണ്ടും തപ്പിയപ്പോൾ കിട്ടി കത്തിരിക്ക. അപ്പം ഞാൻ കരുതി പൊരിക്കാനുള്ള പ്ലാനിൽ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് സവാളയും കിട്ടി. അപ്പോൾ പ്ലാൻ എയിൽ നിന്നും ചേഞ്ച് ചെയ്ത് പ്ലാൻ ബിയിലോട്ട് വന്നു, വിഴുക്കുണ്ടാക്കാമെന്ന്. വീണ്ടും ഫ്രിഡ്ജ് പോയി ഒന്നുകൂടെ അരിച്ച് പറക്കിയപ്പോഴത്തേക്കും ഒരു ക്യാരറ്റും കൂടെ കിട്ടി. ക്യാരറ്റ് എന്നൊക്കെ പറയാനേ കൊള്ളാവും, ശോഷിച്ച് എല്ലാം പോയി അതിൻ്റെ. പിന്നെ ഉള്ളതിനെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് പറക്കി കുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു ക്യാരറ്റിന്. പിന്നെ കത്തിരിയും ഉള്ളിയും ക്യാരറ്റും എല്ലാം കൂടെ ആദ്യം അരിഞ്ഞ് വെള്ളത്തിൽ കഴുകാനിട്ടു. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുനുകുനുകുനുകുനുകുന അരിഞ്ഞു കൂട്ടുമ്പോൾ ഒരു കുന്നും മലയ്ക്കും വേണ്ടത്രയും കാണും. പക്ഷേ ഇത് വെന്ത് വരുമ്പം കുറച്ചേ കാണുള്ളൂ. കാരണം കത്തിരിക്ക വെന്ത് വരുമ്പം അതിനൊന്നും കാണത്തില്ല. പിന്നെ എന്താ, അരിഞ്ഞു കൂട്ടിയതിന് ശേഷം ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് താളിക്കുക, കരിവേപ്പില ഇടുക. കരിവേപ്പില ഇടുമ്പോൾ ഇത്തിരി പൊട്ടലും ചിറ്റലൊക്കെ വരും. അടുത്ത് നിന്ന് എല്ലാം കൂടെ തെറിക്കും, പൊള്ളും. പിന്നെ നേരെ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇടുക, കുറച്ച് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, അടച്ച് വയ്ക്കുക. വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, വെള്ളം വേണ്ടാത്തവർ ഒഴിക്കണ്ട. ഞാൻ എന്തായാലും ഒഴിച്ചില്ല. ഇതിലുള്ള വെള്ളത്തിൽ തന്നെ വെന്തു നല്ല പായസം പോലെ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പാത്രത്തിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും, ആ അവസ്ഥയാണ്. പിന്നെ കുറച്ച് ചോറ്, തോര വിഴുക്ക്, ഒരു തല മീനിൻ്റെ 2 കഷ്ണം പൊരിച്ച മീനും എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് ആക്രാന്തം കൊണ്ട് കൈയിട്ടത് കൊണ്ടാണ് പൊള്ളിയായിരുന്നു. പൊള്ളിയില്ല, ചെറുതായിട്ടൊന്നും എന്തായിരുന്നു, നല്ല ചൂടായിരുന്നു. പിന്നെ എല്ലാം കൂടെ കുഴച്ചുരുട്ടി മക്കലടിച്ച് സംഭവം സെറ്റായിരുന്നു. ഈ വിഴുക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കിയാലേ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ പിന്നെ വരാം. ബൈ.